എന്നും ഓർക്കുക, ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 90 ലക്ഷം രൂപ എന്തോ 1,90,00,000 രൂപ എന്ന രീതിയിലോ മറ്റു ഇദ്ദേഹത്തോട് മേടിക്കുകയും അതിനുശേഷം 5 കോടി രൂപയ്ക്ക് മറ്റാർക്കോ വിറ്റു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കംപ്ലൈന്റിന്റെ ഭാഗം. സിനിമാ സംഘടനകൾ ഇടപെട്ട് ഇത് മറ്റേ ജാമ്യമില്ലാത്ത കുറ്റമായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ശരിക്കും പോലീസും തർക്കവും അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. സിനിമാ സംഘടനകൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു കൺസെൻസസ് ടോക്കാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ആ കൺസെൻസസ് ടോക്കിന്റെ ഭാഗമായി എത്രയും എളുപ്പം സമവായം കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അതായത് ഒരു സാവകാശം കിട്ടിയിരുന്നില്ല സംഘടനയുമായി ബന്ധപ്പെടാൻ. ശരിക്കും ഇങ്ങനെ സിനിമ ഫീൽഡിലുള്ളതൊക്കെ തന്നെ കൃത്യമായിട്ട് അവിടെ തന്നെ പറഞ്ഞു തീർക്കാവുന്നത് അല്ലെങ്കിൽ ചെയ്തു തീർക്കാവുന്ന കാര്യമാണ്. നമുക്കറിയാം എത്ര സംഘടനകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഈ പറയുന്ന സുഹൃത്തിന് എന്തെങ്കിലും മനോവിഷം ഉണ്ടായിട്ടൊക്കെ പോലീസ് കൊടുത്തായിരിക്കും. അത് പോലീസിലെ, ഞാനത് ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടായിട്ടാണ് പറയുന്നത്. പോലീസ് വഴക്ക്, കേസ്, കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ നിങ്ങളുടെ പോകും. വേണ്ട രീതിയിൽ ഒരു കൺക്ലൂഷനും ഉണ്ടാവില്ല. രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കാശും മറ്റും പോവുകയും ചെയ്യും കോടതിയിലും മറ്റും വാദിക്കാൻ. എത്ര എളുപ്പം മുതിർന്ന സിനിമാ പ്രവർത്തകരെയും മറ്റും വെച്ച്, സിനിമയൊക്കെ ഒരുപാട് ഗുരുത്വമുള്ള ഫീൽഡാണ്. അതുകൊണ്ട് ഏതെങ്കിലും മുതിർന്ന സിനിമാ പ്രവർത്തകരെ, സംഘടനകളെ ഒക്കെ ഇടപെടുത്തി ഈ വിഷയം പെട്ടെന്ന് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് ഈസിയായി പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും. നിവിനെയൊക്കെ നമുക്ക് എത്രയോ കാലമായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ മാന്യതയും ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തിയുള്ളതാണ് നിവിൻ. എബ്രിഡ് ഷൈനെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. എബ്രിഡ് ഷൈനും അതുപോലെ തന്നെയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തെറ്റിദ്ധാരണയോ പരസ്പരം മനസ്സിലാക്കിയുള്ള ധാരണപ്പശകോ ഒക്കെ ആയിരിക്കാം. എത്രയും പെട്ടെന്ന് ഇവരൊരു സമവായത്തിലേക്ക് എത്തിച്ചേരണം. കേസും വഴക്കവും അല്ല വേണ്ടത്, പെട്ടെന്നൊരു മധ്യസ്ഥതയും സമവായവുമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.